ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. നോമ്പുതുറയിലൊക്കെ പ്രധാനപ്പെട്ട റെസിപ്പിയിൽ ഒന്നാണിത്. ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് 2.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇവിടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവ വെച്ചിട്ടും ചെയ്തെടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു കൈ കൊണ്ട് റവ ചേർത്ത് കൊടുക്കുമ്പോൾ അടുത്ത കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ റവ കട്ടയായി കിടക്കും. ഇതൊരുപാട് ടൈമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം തിക്കാക്കി എടുക്കാൻ പാടില്ല. ചൂടാറും തോറും തിക്കായി വരും. അതുകൊണ്ട് ഇത് കുറച്ച് ലൂസായിട്ടുള്ള സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ചെറിയുള്ളി നൈസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കൊരു പായസം പോലെയൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.